ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പീഡാസഹന മരണോത്ഥാനത്തെ ധ്യാനിച്ചുകൊണ്ട് നോമ്പിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ വിശുദ്ധീകരണത്തിലൂടെ ഈശോ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഈ ദിനങ്ങൾ നമ്മളെ ഒത്തിരിയേറെ സഹായിക്കട്ടെ. മനോഹരമായി നട്ടുവളർത്തി പരിപാലിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയാണ് ഈശോ നമ്മോട് വ്യക്തമാക്കുന്നത്. ദൈവം നൽകുന്ന രക്ഷ എങ്ങനെ സ്വന്തമാക്കാമെന്നും ആ ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാമെന്നും ഈശോ നമ്മോട് പങ്കുവെച്ചു തരുന്നു. അതായതിനാൽ ഈ ദൈവഹിത പ്രകാരം ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒന്നാമതായി, നാം എല്ലാവരും ദൈവഹിത പ്രകാരം ക്രമീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്തയാണ് ഉപമ തരുന്നത്. കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ഇസ്രായേൽ മക്കളെ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തി ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരിടമാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ, ദൈവം നിരന്തരം കൂടെ നടക്കുന്ന ഒരു ജനം. എന്തിനു വേണ്ടിയാ ഈ ജനത്തെ ദൈവം നിരന്തരം സംരക്ഷിക്കുന്നത്? ദൈവത്തിന്റെ രക്ഷ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഈ ജനത്തെ ദൈവം ഒരു ഉപകരണമാക്കുകയാണ്. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ ഹിതപ്രകാരം വിളിക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണ്, ക്രമീകരിക്കപ്പെട്ടവരാണ്. ഈ ദൈവത്തിന്റെ സ്വന്തമായി ജീവിക്കുവാനുള്ള ഒരു ചൈതന്യം ആത്മാർത്ഥമായി നമുക്ക് നേടിയെടുക്കാം ദൈവത്തിന്റെ കൃപയിൽ നിന്ന്. രണ്ടാമതായി, ഈ മുന്തിരിത്തോട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിനൊരു സുരക്ഷാവേലി ഒരുക്കി അതിനെ ഉടമസ്ഥൻ അതിനെ സംരക്ഷിച്ചു. എന്തിനു വേണ്ടിയാ കാർഷിക ഇടങ്ങളിൽ ഈ സുരക്ഷാവേലി ഒരുക്കുന്നത്? സുരക്ഷാവേലി ഒരുക്കുന്നത് അന്യമായതൊന്നും അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനും ഈ കൃഷിവിളകളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ സുരക്ഷാവേലി ഒരുക്കുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ദൈവം എത്രമാത്രം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് നമുക്ക് കാവലിരിക്കുന്നത്. എന്താണ് ഈ സുരക്ഷാവേലി വ്യക്തി ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ? അത് കൂദാശകളാണ്, വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്, ഉപവാസവും ദാനധർമ്മങ്ങളും എല്ലാം ഈ സുരക്ഷാവേലിയോട് ക്രമീകരിക്കപ്പെടുന്ന ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ സുരക്ഷാവേലി നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള സംഭവം എന്താ? അന്യമായതെല്ലാം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അനാവശ്യമായതെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ബെന്നി പുന്നത്തറ സാറിന്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എല്ലാ നന്മകളും ചെയ്യുവാനല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ നന്മയായതും ദൈവത്തിന്റെ ഹിതപ്രകാരവും എല്ലാം കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ചൈതന്യം സ്വന്തമാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാത്തതെല്ലാം മാറ്റി നിർത്തുവാനുള്ള ഒരു വേഗം ജീവിതത്തിൽ കടന്നു വരും. അല്ലെങ്കിലാണ് എല്ലാത്തിനെയും പ്രവേശിപ്പിച്ച് ജീവിതം താറുമാകാവുന്ന നിലയിലേക്ക് പോകുന്നത്. മൂന്നാമതായിട്ട്, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു വിളി ഉപമയിലൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക. ഉപമയിലൂടെ ഒന്ന് കടന്നുപോയി നോക്കിക്കേ. മുന്തിരിത്തോട്ടം ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് ഉടമസ്ഥൻ പോയി. ആ വിളവെടുക്കുവാൻ വേണ്ടി അനേകരെ നിയോഗിക്കുമ്പോഴൊക്കെ ഈ ജോലിക്കാർ പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് ഇവരെയെല്ലാം നശിപ്പിച്ച് ഈ ഉടമസ്ഥാവകാശം എല്ലാം സ്വന്തമാക്കാം. ഇങ്ങനെ എല്ലാം സ്വന്തമാക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്ഥാനങ്ങൾ, വ്യക്തികൾ, ജീവിത സാഹചര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാം സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം പറയുകയാണ്, നീ എനിക്ക് സ്വന്തമാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്വന്തമായി കരുതുകയും ദൈവത്തിന്റെ സ്വന്തമായതെല്ലാം നമ്മളെ നോക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ക്രമീകരിക്കേണ്ടത്. ഒരു ജീവിത പങ്കാളി തന്റെ ഭാര്യയെ അല്ലെ ഭർത്താവിനെ ആത്മാർത്ഥമായി കരുതുമ്പോൾ ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. ഒരു വൈദികര്, അൽമായര് അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ആത്മാർത്ഥമായി ക്രമീകരിക്കുമ്പോൾ എല്ലാം സംഭവിക്കുന്നത് ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം അവർ കടന്നു പോകുന്നത്. അല്ലെങ്കിലാണ് അവിടെ തിന്മയുടെ ശക്തികൾ കയറി വരിക, അസ്വസ്ഥതകൾ കയറി വരിക. ഈ കാലഘട്ടം മയക്കുമരുന്നും കൊലപാതകവും മറ്റു പ്രതിസന്ധികളിലൂടെ എല്ലാം നമ്മൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 27-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി. ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം അതിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനത്തെയാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ
ദൈവത്തിന്റെ ഹിതപ്രകാരത്തിൽ നിന്ന് അകന്നു പോകുന്ന, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് കടന്നു പോകുന്ന, സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് നഗരവും പട്ടണവും പട്ടണക്കോട്ടയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ആ ജനത്തിന്റെ ഭാഷയെ ചിതറിക്കുകയാണ്. അവരുണ്ടാക്കിയതെല്ലാം തകർക്കുകയാണ്. കാരണം ദൈവമാണ് നമ്മുടെ ആശ്രയം എന്ന് തിരിച്ചറിയാതെ, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാതെ സ്വന്തം ഗോപുരങ്ങൾ കൊട്ടിപ്പൊക്കുമ്പോൾ, പട്ടണങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ, സുരക്ഷാ കോട്ടകൾ പണിയുമ്പോൾ അതിനൊന്നും നിന്നെ സുരക്ഷിതമാക്കാൻ പറ്റുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ ഭാഷകൾ ചിതറിക്കപ്പെട്ടതായിട്ട് കാണുന്നു, അവരുടെ കോട്ടകൾ തകർക്കപ്പെട്ടതായിട്ട് കാണുന്നു. ഇന്നും ഈ ബാബേൽ ഇഫക്റ്റ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്താണ് ബാബേൽ ഇഫക്റ്റ്? നമ്മുടെ കുടുംബത്തിൽ പരസ്പരം ഭാഷകൾ മനസ്സിലാകാതെ പോകുന്നു, സമൂഹത്തിൽ ഭാഷകൾ മനസ്സിലാകാതെ പോകുന്നു, സ്നേഹത്തിന്റെ ചൈതന്യം ചോർന്നു പോകുന്നു, ആത്മാർത്ഥത ഇല്ലാതായി പോകുന്നു. അവിടെയാണ് ദൈവം പറയുന്നത്, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക. വചനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, എത്രമാത്രം ഉന്നതനായാലും, എത്രമാത്രം വലിയ രാജാവായാലും, എത്രമാത്രം കൃപകൾ ലഭിച്ചാലും അവരെല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിരന്തരം ജീവിതത്തെ ക്രമീകരിച്ച് കടന്നു പോകുന്നുണ്ട്. ആ ദൈവത്തിന്റെ ഹിതം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന്റെ ഹിതം കണ്ടെത്തിയപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ എളിമയോട് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ. പക്ഷേ ഇന്ന് വ്യക്തി ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന ഒരു കാര്യം, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം തീരുമാനങ്ങൾ നിറവേറ്റാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുമ്പോൾ ഈ ദൈവത്തിന്റെ ഹിതത്തിന് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ ആയിട്ട് കടന്നു പോവുകയാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, വീണ്ടും ദൈവിക കൃപയിലേക്ക് തിരിച്ചു വരിക, ദൈവത്തിന്റെ സ്വന്തമായത് മാത്രം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുക. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അന്യമായത് പലതും സ്വന്തമാക്കി, അതുകൊണ്ട് അതിനെയെല്ലാം ഉപേക്ഷിച്ച് ദൈവം നൽകിയതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ജീവിതത്തെ കൂടുതൽ ഔന്നത്യത്തോടെ ഉൾക്കൊള്ളുവാനൊക്കെയുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി വചനം നമ്മെ പ്രത്യേകമായിട്ട് ഒരുക്കുകയാണ്. പൗലോസ്ലീഹ വളരെ കൃത്യമായി വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഈ കാലഘട്ടം ഏതൊക്കെ പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും, കുടുംബത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നാലും, കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോഴും വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക. ഈ നോമ്പും അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ അതിലേക്കല്ലേ നമ്മളെ കൊണ്ടുപോകുന്നത്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുക. അപ്പോൾ നീ അനുഗ്രഹീതനാകും, അപ്പോൾ നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. നീ ആയിരിക്കുന്ന സമൂഹങ്ങളിൽ, നീ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, നീ അയക്കുന്ന മെസ്സേജുകളിൽ, നീ വിളിക്കുന്ന ഫോണുകളിലൊക്കെ നീ മറ്റുള്ളവർക്കും കണ്ടുമുട്ടുന്നവർക്കെല്ലാം അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം ഇതെല്ലാം നമ്മളെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പുണ്യത്തിലേക്ക് നയിക്കട്ടെ. ഇത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറട്ടെ. അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി വിശുദ്ധരായി ജീവിക്കട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവും, നല്ല ബോധ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മുംബൈയിലെ ജോലിക്കാർ പറയുന്നത്, ഇവനാണ് അവകാശി, അവനെ നമുക്ക് കൊന്നുകളയാം. അങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാൻ നന്മ നിറഞ്ഞ ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. എല്ലാവരെയും ഉൾക്കൊള്ളുവാനൊക്കെയുള്ള, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള, അല്പം കൂടി ജെന്യുവനായിട്ടൊക്കെ ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സ്വന്തമാണെന്നും ഊദാശയിലൂടെയും സഭാത്മക ജീവിതത്തിലൂടെയും സംരക്ഷിതമായ ആ സുരക്ഷാവേലി അതെപ്പോഴും വളരെ പ്രത്യേകമായി പ്രഷ്യസായി കാത്തു സൂക്ഷിക്കുവാനും, മൂന്നാമതായി ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിൽ നിമിഷങ്ങളിലുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവായ ഈശോയെ, അങ്ങ് നട്ടുവളർത്തിയ ഈ മുന്തിരിച്ചെടിയെ കൃപയോടെ അഭിഷേകത്തോടെ ഒരു പ്രതിസന്ധിയിലും തളരാതെ ഇപ്പോഴും കാക്കണമേ. ആമേൻ.